പാലാ നിയോജക മണ്ഡലം സപ്ലൈകോ ഓണം ഫെയർ 2026 ഉദ്ഘാടനം ചെയ്തു. ഓണം ഫെയറിന്റെ ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. വിലക്കുറവിന്റെ വിപണി ഒരുക്കി സപ്ലൈകോയുടെ ഓണം ഫെയർ പാലാ നിയോജക മണ്ഡലത്തിൽ തുടക്കമായി. പാലാ നിയോജക മണ്ഡലം സപ്ലൈകോ ഓണം ഫെയറിന്റെ ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. സപ്ലൈകോയുടെ കടയിലേക്ക് കയറിയപ്പോൾ മനസ്സിനൊരു സംതൃപ്തി തോന്നി. കാരണം എല്ലാ ഷോളുകളും നിറഞ്ഞിരിക്കുകയാണ്. ഇഷ്ടം പോലെ സാധനം വന്നിട്ടുണ്ട്. പാലക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷത്തിന് ഒരു കുറവും വരരുത്. ന്യായവിലയ്ക്ക് സാധനങ്ങൾ കിട്ടാനുള്ള സംവിധാനം സപ്ലൈകോ ചെയ്തിരിക്കുന്നു. പാലക്കാർക്ക് മാത്രമല്ല, കേരളത്തിലുടനീളം സപ്ലൈകോ വലിയ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. 3 മെഗാ ട്രേഡ് ഓഫ് ഫെയറുകൾ, 11 ജില്ലാ ഫെയറുകൾ, 126 നിയോജക മണ്ഡലം ഫെയറുകൾ എന്നിവയ്ക്ക് പുറമെ കേരളത്തിലെ മുഴുവൻ സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെയും ആവശ്യ വസ്തുക്കളും മറ്റ് ഗൃഹോപകരണങ്ങളും നിയന്ത്രിത വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓണം ഫെയറിന്റെ 2026 ലക്ഷ്യം. യോഗത്തിൽ പാലാ നഗരസഭാ ചെയർപേഴ്സൺ മായ രാഹുൽ അധ്യക്ഷത വഹിച്ചു. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് പ്ലാക്കൂട്ടം ആദ്യ വിൽപ്പന നടത്തി. 4 വിഭാഗങ്ങളിലായാണ് പ്രധാനമായും ഓണക്കിറ്റുകൾ ഒരുക്കിയിരിക്കുന്നത്. 21 ഇനങ്ങളടങ്ങിയ 1000 രൂപയുടെ അത്തം കിറ്റ്, 25 ഇനങ്ങളടങ്ങിയ 1500 രൂപയുടെ ഉത്രാടം കിറ്റ്, 30 ഇനങ്ങളടങ്ങിയ 2000 രൂപയുടെ തിരുവോണം കിറ്റ് എന്നിവയ്ക്കൊപ്പം 9 ഇനങ്ങൾ ഉൾപ്പെട്ട 299 രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റും ലഭ്യമാകും. ഗിഫ്റ്റ് കാർഡുകൾ ഉൾപ്പെടെയുള്ള ആകർഷകമായ സമ്മാന പദ്ധതികളും ഫെയറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ താലൂക്ക് ഡിപ്പോ മാനേജർ സൗമ്യകുമാരി MK സ്വാഗതം ആശംസിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ N സുരേഷ്, ജോർജ് കുട്ടി, VS അനസ് കണ്ടത്തിൽ, PJ ഷാജകുമാർ, ബിജു പാലുപ്പടവിൽ, ചൈത്രം ശ്രീകുമാർ, പീറ്റർ പന്തനാനി, MP കൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ് അനീഷ് G, വിജയകുമാർ, ജോർജ് പുളിങ്കാട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മീനച്ചിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ സുനിത കുമാരി S കൃതജ്ഞതയും രേഖപ്പെടുത്തി. i4 ന്യൂസ് പാലാ.